വെൽക്കം ടു സേറാസ് എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ്സ്. അപ്പം നമ്മുടെ സേറാസ് എൻ്റർടൈൻമെൻറ്റ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് സാർഡിൻ ഫിഷ് ക്ലീൻ ചെയ്യുന്ന രീതി. നമ്മുടെ സാധാരണ മത്തിയില്ലേ, അത് ക്ലീൻ ചെയ്തെടുക്കുന്നൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ ചെയ്തപ്പോൾ അത് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാവുന്നു, അതുകൊണ്ടാണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനൊരു 2 കിലോ മത്തി ക്ലീൻ ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. മത്തി നമുക്കിതുപോലെ ആ വാലിൻ്റെ ഭാഗം താഴേക്കാക്കിയിട്ട് ഇതുപോലെ ഈ ഡയറക്ഷനിൽ നിന്ന് പിടിച്ചിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതിൻ്റെ സ്കെയിൽസ് ഓഫ് ഫിഷ് ചെതുമ്പിൽ ഇതുപോലെ ഒന്ന് നീക്കം ചെയ്യാം. കണ്ടില്ലേ, നന്നായിട്ട് ക്ലീൻ ആയി കിട്ടുമേ. ഇങ്ങനെ പെട്ടെന്ന് റിമൂവ് ആയി കിട്ടും. ഇനി അതിൻ്റെ വാല് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അത് കുറച്ചുകൂടെ കയറ്റി കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ ഇതുപോലെ ഇത്രയും കട്ട് ചെയ്യുന്നുള്ളൂ. ഇനി അതിൻ്റെ ഫിൻസ് ഒരു ചെറുതും വലുതുമായിട്ടൊരു 4 ചിറകുകളുണ്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി എൻ്റെ തലഭാഗം കട്ട് ചെയ്യുമ്പോൾ കണ്ണൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് വെക്കാവുന്നതാണ്. ഞാൻ അത് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ വയറിൻ്റെ ഭാഗം ക്ലീൻ ചെയ്തെടുക്കുന്നതാണ്. എല്ലാവരും ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ പെട്ടെന്ന് നല്ല രീതിയിൽ എല്ലാം അങ്ങോട്ട് ക്ലീൻ ആയി കിട്ടും. ഇങ്ങനെ വയറൊന്ന് കീറി കൊടുത്തിട്ട് തിരിച്ച് ടെയിലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു ചിറകില്ലേ, അതും കൂടെ കൂട്ടി തിരിച്ചിങ്ങോട്ടേക്കൊന്ന് കട്ട് ചെയ്ത് വലിച്ചിങ്ങെടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വരിക. അതിനുശേഷം ഇതുപോലെ വലിക്കുക. അപ്പം നമുക്ക് പ്രത്യേകം എടുത്തിങ്ങനെ കളയേണ്ട ആവശ്യമില്ല. അതിങ്ങ് വലിച്ചു കളഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളെല്ലാം കാര്യങ്ങളും റിമൂവ് ആയി കിട്ടുമേ. മത്തിയുടെ ആ സൈഡിലത്തെ 2 കറുത്ത ഒരു പാടയില്ലേ, അതൊന്നും കൈകൊണ്ട് ഇങ്ങനെ റിമൂവ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമേ വരുന്നില്ല. കണ്ടില്ലേ, നല്ലതായിട്ട് ക്ലീൻ ആയി കിട്ടും. അത് പ്രത്യേകം സെപ്പറേറ്റ് കൈ വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം ചിലർക്കെങ്കിലും ഇതുപോലെ ആ കറുത്ത ഭാഗം ഇരിക്കുമ്പോൾ അത് മത്തി കൂട്ടാനൊരു മനസ്സിനൊരു തൃപ്തി ഇല്ലാത്ത അങ്ങനെ കുറച്ച് പേരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി ആണെങ്കിൽ നല്ല വൃത്തിയായി കിട്ടുമേ. അപ്പം ഞാനിവിടെ 2 മത്തി എടുത്തിട്ട് ക്ലീൻ ചെയ്ത് കാണിക്കുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ടത് കൊണ്ട് 2 എടുത്ത് ഇതുപോലെ കാണിക്കുന്നു. എന്നിട്ടത് ലാസ്റ്റ് അതിൻ്റെ കഴുകി വൃത്തിയാക്കി എങ്ങനെ നീറ്റാക്കി കറി വയ്ക്കുന്നതിന് മുന്നേ എങ്ങനെ എടുക്കാം എന്നുള്ളത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ നോക്കണേ. അതുപോലെ ഇത് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, ഇതൊരാൾ റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഷോർട്ട് വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ട് ഇടണം, ഡീറ്റെയിൽ ആയിട്ട് ഇടണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനും അതുപോലെ കുക്കിങ്ങൊക്കെ ഇഷ്ടമുള്ളവർ, ആദ്യമായിട്ട് കുക്ക് ചെയ്യാനൊക്കെ താല്പര്യം കാണിച്ചു വരുന്നതൊക്കെ ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതുപോലെ തന്നെ ഇത് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഫോഴ്സ് ചെയ്യുകയല്ല, എന്നാലൊരു റിക്വസ്റ്റ്, ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഞാനിത്രയും ഇത് ഒരു 2 കിലോയുണ്ട്, 2 kg ഓളം ഉണ്ട്. അപ്പോൾ അത് അച്ചാറിടാനും അതുപോലെ വറുത്തെടുക്കാനുമായിട്ട് ഇത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അച്ചാറിടുന്ന മത്തി അച്ചാറിട്ട വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അതും കാണാൻ മറക്കല്ലേ. അപ്പോൾ നോക്കണത് എളുപ്പത്തിലാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ചാനലിൽ കുക്കിംഗ് വീഡിയോസ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, എല്ലാത്തരം വീഡിയോസ് ഇടുന്നതായിരിക്കും. ക്രാഫ്റ്റ് വർക്ക്സ്, അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോയും അതോടൊപ്പം ട്രാവൽ വ്ളോഗ്സൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ഏകദേശം മത്തി ഈ 2 കിലോയോളം മത്തിയൊക്കെ ഇവിടെ വെട്ടിക്കഴിഞ്ഞ് തീരാനായിട്ടുണ്ട്. മത്തിയൊക്കെ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിക്കേ, നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ നന്നായിട്ടായിട്ടുണ്ട്. ഇതുപോലെ ഇതൊന്നും കൂടി ഒന്ന് വാഷ് ചെയ്തെടുക്കണം നല്ല രീതിക്ക്. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, കറി വയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് മത്തിക്ക് എല്ലാം മീനിനേക്കാളും അപേക്ഷിച്ച് കുറച്ചൊരു ഉളുമ്പ്, ഒരു ചുവയുണ്ടാവും. അപ്പോൾ അതൊന്ന് മാറിക്കിട്ടാനായിട്ട് ഇതുപോലെ ഉപ്പുകല്ലിട്ടിട്ടൊന്ന് തിരുമ്മിന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ 2 കിലോ ഉള്ളതുകൊണ്ട് പകുതി ഹാഫ് ആയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്.
അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇതറിയാവുന്നവരുണ്ടായിരിക്കാം. ഞാൻ ആദ്യമായിട്ട് മത്തിയൊക്കെ വെട്ടി കറി വെക്കുന്നവർക്ക് വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇതുപോലെ ഇതിങ്ങനെ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമുക്ക് വറുത്തെടുക്കണമെങ്കിൽ മത്തി ഒന്ന് വരഞ്ഞിട്ട് വറുത്തെടുക്കാം. അതുപോലെ തന്നെ അച്ചാറിടുന്ന ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അച്ചാറിടുന്ന വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് എല്ലാവരും മറക്കാതെ ഒന്ന് കാണണം, അതിൻ്റെ ഫീഡ്ബാക്കും അറിയിക്കണം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോസ്. താങ്ക്സ് എവരി വൺ.